റവന്യൂ അധികാരികളെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കമ്പം നടത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണൻ. അറസ്റ്റിലായ ക്ഷേത്ര ഭാരവാഹികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ADGP ഇക്കാര്യം അറിയിച്ചത്. പരവൂർ ക്ഷേത്ര പരിസരത്ത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന 3 കാറുകളിൽ ഒരെണ്ണത്തിന് നമ്പർ വ്യാജമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പുറ്റിങ്ങൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PS ജയലാൽ, സെക്രട്ടറി കുട്ടിക്കൃഷ്ണപിള്ളയടക്കം 7 ഭാരവാഹികളെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ADGP ആനന്ദകൃഷ്ണന്റെ പരാമർശം. മത്സരക്കമ്പമല്ല, ഒറ്റക്കമ്പമാണ് സംഘടിപ്പിക്കുന്നത്. അതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ടെന്ന് പോലീസിനെയും റവന്യൂ അധികാരികളെയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. 2 പാർട്ടികൾ നടത്തി മത്സരമായതുകൊണ്ട് പരസ്പരം മത്സരിക്കാനായിട്ട് വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ കൊണ്ടുവന്ന് നടത്തി. അതായത് മത്സരക്കമ്പം നടത്തുന്നില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് മത്സരക്കമ്പം പോലെ നടത്തി എന്നാണ് നമുക്കിപ്പോൾ ഇവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ ഒരു അനുമതിയും ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ലെന്നും ADGP വ്യക്തമാക്കി. ദുരന്തം നടന്ന പ്രദേശത്ത് ക്രൈംബ്രാഞ്ച് SP ശ്രീധരന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം തെളിവെടുത്തു. ഫോറൻസിക് സംഘവും പ്രദേശത്ത് തെളിവെടുപ്പ് നടത്തി. അതേസമയം ശാർക്കര ക്ഷേത്ര പരിസരത്ത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന 3 കാറുകളിൽ ഒന്നിന്റെ നമ്പർ വ്യാജമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു കാറിന്റെ നമ്പർ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അത് ആ കാറിന്റെ നമ്പർ അല്ല. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതേ ഉള്ളൂ. കുറ്റകരമായ നരഹത്യ, സ്ഫോടക വസ്തു നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും ഇവർ അറിയിച്ചു. ഇനി അറിയേണ്ടത് സ്വയം തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പോലീസും ജില്ലാ ഭരണകൂടവും നിന്നുകൊടുത്തതോ അതോ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം ഇതിനായി ഉണ്ടായോ എന്നാണ്. ക്യാമറാമാൻ ഷിജു ജവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.